ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം ഇന്ന് സഫലമാവാൻ പോവുകയാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠനകാലത്തൊക്കെ എന്തും ആഘോഷിച്ചിരുന്നൊരു കാലം. അവധിയും വെയിലും മഴയും എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുമൊത്ത് പലയിടങ്ങളിൽ പല രീതിയിൽ ആഘോഷിച്ചത് നമ്മുടെയൊക്കെ ഓർമ്മയിലെ വസന്തകാലം തന്നെയാണ്. അവധിയും വെയിലും മഴയൊക്കെ ഇന്നും ഉണ്ടല്ലോ. എന്നാൽ മഴയത്ത് കുളത്തിൽ പോയി ചാടാനോ വെയിലത്ത് മല കയറാനോ ഒന്നും ആരുടെയും മനസ്സ് സമ്മതിക്കുന്നില്ല. മഴയായാലും തണുപ്പായാലും വെയിലായാലും ഒരേ ഇടത്തിരുന്ന് ഫോണിൽ തോണ്ടിയിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് വ്യത്യസ്ത വിഭവങ്ങളുമായി അവധിയും വെയിലും മഴയുമെല്ലാം ആസ്വദിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ ഒരുപാട് പേർ വേണം എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ കാര്യം ഞാൻ പല സുഹൃത്തുക്കളുമായി പങ്കുവെക്കാറുമുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇത്തരമൊരു പരിപാടിയൊന്നും ഇനിയൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫാമിലിയുമായി ഇറങ്ങിയത്. റെഡ് അലർട്ടൊക്കെ ആയി മഴ തിമിർത്ത് പെയ്യുന്ന ദിവസമാണ് ഞാൻ ഈ പ്ലാന് ഇവരോട് പറയണത്. അത് കേട്ടപ്പോൾ എന്നെക്കാളും സന്തോഷത്തിൽ അവരിതിന് തയ്യാറായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പരിപാടിക്ക് ഏറ്റവും നല്ല കൂട്ട് ഇവർ തന്നെയാണെന്ന്. മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ടെൻ്റ് കെട്ടലാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും കഴിക്കലാണെങ്കിലും എല്ലാം വളരെ രസകരമായി തന്നെ കഴിഞ്ഞു പോന്നു. ഇനിയും ഇതുപോലെ ക്യാമ്പ് ചെയ്യുന്നതിനായി ഞങ്ങളുടെ ഉപകരണങ്ങൾ, അതായത് ടെൻ്റ്, അടുപ്പ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയും നമ്മുടെ ക്യാമ്പിങ് കുറച്ചുകൂടി മനോഹരമാവുകയും ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും ഈ ദിവസം ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. ഞങ്ങൾ ടെൻറ്റിനകത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു. അതുപോലെ പുറത്തിറങ്ങിയാലുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ പോയിരിക്കുന്നൊരു പാറയാണ്. അതിപ്പം കുറച്ച് മുമ്പ് പൊട്ടിച്ച് അതൊരു കോറിയായി മാറി. ആ കോറിയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒരുപാട് പേര് കുളിക്കാനും നീന്താനൊക്കെ വേണ്ടിയിട്ട് വരുന്നൊരു കോറിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, അതുപോലെ തന്നെ ഈ പാറയിലിരുന്ന് നോക്കിയാൽ ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് ആ ഒരു വൈകുന്നേര സമയത്ത് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.